ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കാത്ത് കേരളവും കൂട്ടലും കിഴിക്കലുമായി രാഷ്ട്രീയ ക്യാമ്പുകൾ സജീവമാണ്. 20 സീറ്റും നേടുമെന്നാണ് UDF നേതൃത്വം ആവർത്തിച്ചു പറയുന്നത്. 12 സീറ്റിൽ വിജയം ഉറപ്പെന്ന് LDF നേതൃത്വവും അവകാശപ്പെടുന്നു. ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന് BJPക്കും പ്രതീക്ഷയുണ്ട്. തൃശൂരിലും തിരുവനന്തപുരത്തുമാണ് NDA പ്രതീക്ഷ പുലർത്തുന്നത്. സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആർ ശ്രീജിത്ത്, ഒപ്പം തന്നെ PR പ്രവീണ, VS രഞ്ജിത്ത് എന്നിവരാണ് നമ്മോടൊപ്പം വിവിധ ബ്യൂറോകളിൽ നിന്നുള്ളത്. ആദ്യം ആർ ശ്രീജിത്ത്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രതീക്ഷ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇരുന്ന് വിലയിരുത്തിയിട്ടുള്ളതാണ്. ഇപ്പോഴും ആ വിലയിരുത്തലിൽ തന്നെയാണോ നിൽക്കുന്നത്? നികേഷ്, 2019 കനത്ത തിരിച്ചടിയിൽ നിന്ന് കരകയറാനാവുന്ന ഒരു റിസൾട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് CPM നേതൃത്വവും LDF നേതൃത്വവും മുന്നോട്ട് പോകുന്നത്. നികേഷ് സൂചിപ്പിച്ച പോലെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത് 8 മുതൽ 12 സീറ്റുകൾ വരെ ലഭിക്കാമെന്നാണ്. ഇതിൽ തന്നെ വിജയിക്കുമെന്ന് ജില്ലാ കമ്മിറ്റികൾ കണക്ക് നൽകിയ ചില മണ്ഡലങ്ങൾ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഉദാഹരണത്തിന് ആലപ്പുഴ മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ 27,000 പരം വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വം നൽകിയ കണക്ക്. ആ കണക്ക് സംസ്ഥാന നേതൃത്വം അംഗീകരിക്കാതെയാണ് 12 സീറ്റുകൾ ലഭിക്കുന്നതിന്റെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പട്ടിക ഇങ്ങനെയാണ്: ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, ഇടുക്കി, ചാലക്കുടി, തൃശൂർ, ആലത്തൂർ, പാലക്കാട്, കോഴിക്കോട്, വടകര, കണ്ണൂർ, കാസർഗോഡ്. മലബാറിൽ ഒരു സമഗ്രാധിപത്യം പുലർത്താൻ, വയനാട് ഒഴികെ വടക്കൻ മലബാറിൽ ഒരു സമഗ്രാധിപത്യം പുലർത്താൻ കഴിയുന്ന വിജയമുണ്ടാകുമെന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്. വയനാട് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് മാത്രമാണ് വടക്കൻ മലബാറിൽ തോൽവിയുണ്ടാകുമെന്ന് CPM കരുതുന്നത്. ഒപ്പം തന്നെ ലീഗിന്റെ മണ്ഡലങ്ങളായ പൊന്നാനിയിലും ഒപ്പം തന്നെ മലപ്പുറത്തും ഇത്തവണയും അട്ടിമറി CPM പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ കോഴിക്കോട്ടും വടകരയിലും ഒപ്പം തന്നെ കണ്ണൂരിലും കാസർഗോഡും വലിയ വിജയം നേടും എന്ന പ്രതീക്ഷയാണ് CPM നേതൃത്വം വെച്ചുപുലർത്തുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി കാസർഗോഡിന്റെ കാര്യത്തിലും കണ്ണൂരിന്റെ കാര്യത്തിലും വലിയ പ്രതീക്ഷ നൽകുന്നു. അത്തരത്തിലുള്ള കണക്കാണ് അവർ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വടക്കൻ മലബാറിൽ നിന്ന് ഒരു വലിയ വിജയവുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവിന് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. ഈ മധ്യകേരളത്തിലേക്ക് വന്നാൽ പാലക്കാടും ആലത്തൂരും തൃശൂരും ചാലക്കുടിയും വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ഇടുക്കി സീറ്റിലും ഇത്തവണ ഡീൻ കുര്യാക്കോസിനെ തോൽപ്പിച്ച് ജോയ്സ് ജോർജ് വിജയിക്കുമെന്നാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റി നൽകിയിരിക്കുന്ന കണക്ക്. അത് പാർട്ടി നേതൃത്വം ശരിവച്ചിട്ടുമുണ്ട്. ഈ തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ മാവേലിക്കര, പത്തനംതിട്ട, അവിടെ തോമസ് ഐസക്കിന്റെ സാന്നിധ്യമാണ് വലിയ UDF മണ്ഡലമായ പത്തനംതിട്ടയിൽ CPMന് ആശ്വാസം പകർന്നത്. അവിടെ പോളിംഗ് ശതമാനത്തിൽ വലിയ തോതിൽ കുറവുണ്ട്. എന്നാൽ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്ത സാഹചര്യത്തിൽ അവിടെ വലിയൊരു വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് CPM നേതൃത്വം വെച്ചുപുലർത്തുന്നത്. പിന്നീട് ആറ്റിങ്ങിലാണ് ജയിക്കുമെന്ന് കരുതുന്ന മണ്ഡലം. തിരുവനന്തപുരത്തും ഒപ്പം തന്നെ ആലപ്പുഴയിലും ഒക്കെ തന്നെ ജയിക്കാമെന്നൊരു കണക്കുണ്ടെങ്കിലും അതൊന്നും CPM നേതൃത്വം പരിഗണനയ്ക്കെടുത്തിട്ടില്ല. എന്തായാലും 8 മുതൽ 12 സീറ്റ് നേടും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് CPM LDF നേതൃത്വം മുന്നോട്ട് പോകുന്നത്. പ്രവീണ കൂടി ചേരുന്നു. പ്രവീണ, UDF 20ൽ 20 എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഏറ്റവും കുറഞ്ഞത് 3 മുതൽ 5 വരെ സീറ്റുകളിൽ ശക്തമായ പോരാട്ടം നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ UDFന്റെ ശരിയായ വിശ്വാസം എത്രയിലാണ്? 20ൽ 20 എന്നുള്ളതാണ് കണക്കുകൂട്ടലെങ്കിലും 3 സീറ്റുകൾ വരെ പരമാവധി, അതായത് ഏതൊക്കെ തരത്തിൽ കണക്ക് കൂട്ടിയാലും 3 സീറ്റുകൾ വരെയാണ് കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ ഇപ്പോൾ UDF നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അത് അടിയൊഴുക്കുകൾ ശക്തമാണെങ്കിൽ മാത്രമാണ്. അതിലൊന്ന് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിന്റെ കാര്യം പറഞ്ഞാൽ അടൂർ പ്രകാശ് എന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ പെർഫോം ചെയ്തില്ല എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. എന്നിരുന്നാൽ പോലും അരുവിക്കര, വാമനപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ നേരത്തേതിനേക്കാൾ കൂടുതൽ ലീഡ് ചെയ്യാനാകുമെന്നും നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും കരകയറാനാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. 6 മണ്ഡലങ്ങളിൽ കനത്ത മത്സരം നടന്നു എന്നുള്ളതാണ് UDF വിലയിരുത്തുന്നത്. അതിലൊന്ന് ആറ്റിങ്ങലാണ്, മറ്റൊന്ന് മാവേലിക്കരയാണ്. തൃശൂർ, ആലത്തൂർ, പാലക്കാട്, കണ്ണൂർ ഈ മണ്ഡലങ്ങളിൽ കനത്ത മത്സരമായിരുന്നു. തൃശൂരിൽ ത്രികോണ മത്സരമായിരുന്നു. അവിടെ സെൻട്രൽ തൃശൂരിൽ ക്രിസ്ത്യൻ വോട്ടുകൾ എന്തായാലും BJPക്ക് അനുകൂലമായി പോയിട്ടുണ്ടാകും. പക്ഷെ മറ്റ് മണ്ഡലങ്ങളിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവിടെയും ഒരു 15,000 20,000 വോട്ടിന് കയറി വരാം എന്നുള്ളതാണ് പ്രതീക്ഷ. ആലത്തൂരിൽ പ്രാദേശിക നേതൃത്വത്തിന് സ്ഥാനാർത്ഥിയുടെ എതിർപ്പുണ്ടായിരുന്നു. അത് പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിച്ചുവെങ്കിലും CPMന്റെ സ്ഥാനാർത്ഥി അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു CPMന്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്. 3 മണ്ഡലങ്ങൾ കൈവിട്ടു പോകുമെന്നുള്ള ആശങ്കയുണ്ട്. അതിലൊന്ന് ആറ്റിങ്ങലാണ്, മറ്റൊന്ന് പാലക്കാട്, മറ്റൊന്ന് ആലത്തൂർ. ഈ 3 മണ്ഡലങ്ങൾ ഒരുപക്ഷെ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടായാൽ സ്ഥാനാർത്ഥികളുടെ പ്രശ്നങ്ങൾ കാരണം
പാർട്ടിയോ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമോ അനുകൂലമായില്ലെങ്കിൽ മാത്രം അവിടെ കൈവിട്ടു പോകാം എന്നുള്ളതാണ്. ബാക്കി മണ്ഡലങ്ങളെല്ലാം തന്നെ സുരക്ഷിതമാണെന്നുള്ളതാണ് വിലയിരുത്തൽ. കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യഘട്ടത്തിൽ മാറി നിന്നിരുന്നെങ്കിലും പിന്നീട് ലീഗിന് അതിൽ വലിയ അമർഷമുണ്ടായിരുന്നു. പക്ഷേ വടകരയിലേക്ക് ഷാഫി എത്തിയതോടെ ലീഗിന് കണ്ണൂരിനൊപ്പം നിൽക്കേണ്ട അവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ അവിടെയും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും 20-20 പറയുമ്പോഴും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ അത് പാർട്ടിയുടെ പ്രശ്നം മാത്രമല്ല, സ്ഥാനാർത്ഥികൾ പെർഫോം ചെയ്യാത്തതിന്റെ പ്രശ്നം കൂടിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ 3 സീറ്റുകൾ വരെ പോയേക്കാം എന്നുള്ളതാണ് UDFന്റെ വിലയിരുത്തൽ. PS രഞ്ജിത്ത്, BJP ക്യാമ്പിൽ എന്തായാലും തിരുവനന്തപുരവും തൃശ്ശൂരും ഒരുപക്ഷെ ആറ്റിങ്ങിലുമാണല്ലോ അവരുടെ മുൻഗണനാ ലിസ്റ്റിൽ ഉണ്ടാവുക. അതിൽ വിജയശതമാനം എത്രത്തോളം എന്നാണ് BJP കരുതുന്നത് അവസാന നിമിഷത്തിൽ? നികേഷ്, ഇതിൽ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ അവരൊരു 95%-ലധികം വിജയപ്രതീക്ഷയിലാണ് എന്നുള്ളതാണ്. അത് BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെ കണക്ക് മാത്രമല്ല, സംസ്ഥാന ഘടകത്തിൻ്റെ കണക്കിലും അതുപോലെ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള BJPയുടെ ഔട്ട്സോഴ്സിംഗ് ഏജൻസി ആയിട്ടുള്ള വാരാഹി പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഏജൻസി നടത്തിയ കണക്കിലുമൊക്കെ തന്നെ അവിടെ തൃശ്ശൂരിൽ BJP ജയിച്ചു കയറും എന്നുള്ളതാണ്. 4 ലക്ഷത്തിന് മുകളിൽ വോട്ട് തൃശ്ശൂരിൽ ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസമൊക്കെ PN പ്രതാപനൊക്കെ CPM വോട്ടുകൾ BJPക്ക് ലഭിച്ചു എന്നുള്ള മുൻകരുതൽ അല്ലെങ്കിൽ ഒരു പ്രിക്കോഷനൊക്കെ എടുത്തിട്ടുള്ളത് ഇത്തരത്തിൽ BJP ജയിച്ചു കയറാനുള്ള സാധ്യത മുൻനിർത്തിയാണ് എന്ന് BJP കേന്ദ്രങ്ങൾ കരുതുന്നുണ്ട്. അതുകൊണ്ട് തൃശ്ശൂരിലെ വിജയം BJP ഉറപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടുണ്ട് എങ്കിൽ, അടിയൊഴുക്കുകളില്ലാതെ വോട്ടുകൾ പരസ്പരം മാറിയിട്ടില്ല എങ്കിൽ, CPM വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിയിട്ടില്ല എങ്കിൽ തിരുവനന്തപുരത്തും ജയിച്ചു കയറാനാകും എന്നൊരു പ്രതീക്ഷയിലാണ് BJP നേതൃത്വമുള്ളത്. പക്ഷേ 100% പ്രതീക്ഷ BJPക്ക് ഈ 2 മണ്ഡലങ്ങളിലും ഇല്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. കാരണം BJP ജയിച്ചു കയറുകയാണെങ്കിൽ 1-ാം നമ്പർ തൃശ്ശൂരും 2-ാം നമ്പർ തിരുവനന്തപുരവും എന്നൊരു കണക്കിൽ മാത്രമാണ് BJP നേതൃത്വവും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ പ്രതീക്ഷ ില്ലാത്ത വിധം ഒരു അനുകൂല സാഹചര്യം BJPക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ പ്രതികൂലമായിരുന്നെങ്കിലും ജനങ്ങൾക്കിടയിൽ നിന്നുള്ളൊരു പിന്തുണ കിട്ടി എന്നുള്ളതാണ് BJP നേതൃത്വം അവരുടെ കണക്കുകളിൽ പറയുന്നത്. മാത്രമല്ല ഈ വോട്ടിംഗ് ശതമാനത്തിൽ ഒരു 18%-ലധികം വോട്ട് പിടിക്കാൻ സാധിക്കും എന്നും BJP നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ജയിച്ചു കയറുന്ന തിരുവനന്തപുരത്തും തൃശ്ശൂരിലും അല്ലാത്ത മറ്റു മണ്ഡലങ്ങളിലൊക്കെ വലിയ തോതിൽ വോട്ട് പിടിക്കാൻ സാധിക്കും. ആറ്റിങ്ങൽ, ആലപ്പുഴ, പാലക്കാട്, അതുപോലെ കാസർഗോഡ് തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വോട്ട് പിടിക്കാൻ സാധിക്കും. സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ച വയനാട്ടിലും വോട്ട് വിഹിതം വർദ്ധിക്കും. കോഴിക്കോട്ടും വോട്ടിൽ മുന്നേറ്റം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വോട്ട് വിഹിതത്തിൽ വലിയ വർധന ഉണ്ടാകുമെന്നാണ് BJP നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. ജയിക്കുകയാണെങ്കിൽ ആദ്യം തൃശ്ശൂരിൽ എന്നുള്ളതും BJP കണക്കുകൂട്ടുന്നു.